I welcome all of you to the very interesting field of chemistry, that is organic chemistry. വളരെ സിമ്പിളായിട്ട് വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് എന്ത് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ബ്രാഞ്ച്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ മറന്നു പോവുകയും ചെയ്യും. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എഴുതി പഠിക്കുക തന്നെ വേണം. എന്നാൽ നമ്മൾ ഒരിക്കലും അത് മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. ഒരു പേടിയോട് കൂടി ഒരിക്കലും ഓർഗാനിക് കെമിസ്ട്രിയെ സമീപിക്കരുത്. കാരണം നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ എക്സാമിന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക. അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ മാർക്ക് കുറഞ്ഞ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കും, നമ്മളൊരു ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാൽ എനിക്കിത് കിട്ടും, പ്രോബ്ലമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോട് കൂടി പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാം, നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് അല്ലേ. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ ഓർഗാനിക് കെമിസ്ട്രി? എപ്പോഴും പറയാറുണ്ട് കാർബൺ കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്ന്. എപ്പോഴും പെട്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ദ ഡീൽസ് വിത്ത് ദ കെമിസ്ട്രി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ അത് അത്രത്തോളം കറക്റ്റ് അല്ല. കാരണം ദ കോമ്പൗണ്ട്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സോഡിയം കാർബണേറ്റ്, ദീസ് ആർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ ഇവരെ നമുക്ക് അവിടുന്ന് മാറ്റി നിർത്തണം. So simply organic compounds, that is organic chemistry deals with the hydrocarbons and their derivatives. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചാൽ ദെൻ അപ്പം അതിൽ ചോദ്യമില്ല വേറെ. ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്, ഹൈഡ്രോകാർബൺസ് നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡെറിവേറ്റീവ്സ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. ദെൻ what is the importance of this organic chemistry? Just you look around, you can see many organic things. എന്ത് നമ്മളെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ് അല്ലേ. ഇത് നമ്മൾ ചുറ്റുപാടുള്ള നമ്മളിപ്പോൾ ടീച്ചർ എഴുതുന്ന പേന, ഈ ഇങ്ക്, ഈ പേപ്പർ എല്ലാം എന്താണ്? ഓർഗാനിക് ആണ്. ഓക്കെ, നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ മെറ്റീരിയൽസ്, മിക്കവാറും മെറ്റീരിയൽസ് എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ ഡേ ബൈ ഡേ ലൈഫിലും നമ്മളുടെ മറ്റെല്ലാ കേസിലും there is an importance to the organic compounds. That's we need to study about the organic chemistry. Okay, now we are going to study the organic chemistry part, that is the unit 4 dealing with ethers and epoxides. Are you heard about the word ethers? Yes, there are different types of organic compounds like halogen compounds, aldehydes, ketones, alcohols, and in that family there is ethers also. Okay, and you know, in the 17th century, nitrous oxide is widely used as an anesthetic agent, but it has some drawbacks. Later, ethers are widely exploited as anesthetic agent, and nowadays there is an important compound named as desflurane is used in anesthetic agent to maintain the anesthetic dosage. And you know, this ethers having deep smell, നല്ലൊരു ഭയങ്കര സ്മെല്ലായിരിക്കും ഈതേഴ്സിന്. നമ്മൾ ലാബിലൊക്കെ ക്രൊമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ ഈതേഴ്സ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൊമാറ്റോഗ്രാഫി ചെയ്യുന്ന ദിവസം നമുക്കന്ന് ആകെ ഒരു എന്താ പറയുക, ആകെ തലയ്ക്കൊക്കെ ഒരു മത്ത് പിടിച്ച പോലെ ആയിരിക്കും. കാരണം ഇതിങ്ങനെ സ്മെല്ല് ചെയ്തിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒരു ഡീപ്പ് സ്മെല്ലായിരിക്കും ഈതേഴ്സിന്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് അബൌട്ട് ഈതേഴ്സ്. അനസ്തെറ്റിക് ഏജൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നൗ വി വാണ്ട് ടു സ്റ്റഡി മോർ അബൌട്ട് ഈതേഴ്സ്. Okay, so in the case of organic chemistry, the compounds are classified on the basis of a functional group. Okay, what is mean by a functional group? A functional group may be an atom or a group of atom. Or atom ആയിരിക്കാം അല്ലെങ്കിൽ group of atoms ആയിരിക്കാം. That determines the property of the compound. അതാണ് functional group. And you know, there are different functional groups. X, that means indicates halogens, then alcoholic functional group, aldehydic functional group, etc. Okay, and here the ethers having the functional group COC, this is the functional group of ethers, COC, and they are
represented formula ROR dash, where R and R dash may be alkyl or aryl. So that is about ethers. Ethers having the main functional group, that is a functional group COC, and can be generally represented by the formula ROR dash, where R and R dash may be alkyl or aryl. Now, based on R and R dash, ethers are classified into two categories: simple ethers and mixed ethers. Based on R and R dash, ethers are classified into two categories: simple ethers and mixed ethers. So first we want to deal with the simple ethers. They are also termed as symmetrical ethers. Simple ethers or symmetrical ethers. So we can check what is meant by simple ethers. The ethers in which R and R dash are same. If R and R dash both are same, such ethers are termed as simple ethers or symmetrical ethers. For example, consider an ether CH3O CH3. ഓക്കെ, ഇതെന്താ കുട്ടികളെ ഗ്രൂപ്പ്? CH3 പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. CH4 മീഥൈൻ, അതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയാൽ ആൽക്കൈൽ. CH3 പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോർന്ന് CH2 എന്ന് പറഞ്ഞാൽ എത്തിലീൻ. ഓക്കെ, സോ ദിസ് ഈസ് മീഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പ്. Methyl, ഇവിടെയും methyl ആണ്. That means here R and R dash both are same. So this is termed as a simple ether or symmetrical ether. That means both sides are same. So it is termed as symmetrical ether. Its name is, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡൈമീഥൈൽ ether. Its name is dimethyl ether. Now we can check another one. C2H5O C2H5. ഇതെന്താ നോക്കൂ, ഈത്തൈൽ ഗ്രൂപ്പാണ് അല്ലേ? സോ ഇതിൻ്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? ഡൈ ഈത്തൈൽ ഈതർ. ഇറ്റ് ഈസ് ഡൈ ഈത്തൈൽ ഈതർ. ആൻഡ് ദർ ഈസ് അനദർ എക്സാമ്പിൾ C6H5O C6H5. ഇതേതാ C6H5 എന്നുള്ളത്? ഫിനൈൽ ഗ്രൂപ്പാണ് അല്ലേ? C6H6 എന്ന് പറയുന്നത് ബെൻസീൻ. അതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയി C6H5 മോയിറ്റിയെ. ഇതിനെ നമ്മൾ പറയുന്നത് ഫിനൈൽ എന്നാണ്. ഓക്കെ, സോ ഇതിൻ്റെ പേര് പറയൂ. രണ്ട് ഫിനൈൽ ഗ്രൂപ്പ്സാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ളത്. സോ ഡൈ ഫിനൈൽ ether. Okay, naming നമ്മൾ പഠിക്കും. Okay, so these are simple ethers or symmetrical ether in which R and R dash are same. Both are same. Both same alkyl groups or same aryl group. ഇതാണ് ആൽക്കൈൽ, ഇത് അറൈൽ അല്ലേ? അരോമാറ്റിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അറൈൽ എന്ന് പറയുന്നത്. So that's about symmetrical. Simply ethers can be represented as R or R dash, where R and R dash are same, then it is called as simple ether or symmetrical ether. Next we want to check what is meant by mixed ether or unsymmetrical ether. That means here R and R dash may be different. They must be different, or maybe alkyl, aryl or different groups. Okay, so such ethers are called unsymmetrical ether. For example, സിമ്പിളായിട്ട് നമുക്ക് CH3O, ഇവിടെ CH3 വന്നാൽ ദാറ്റ് വിൽ ബി സിമെട്രിക് ഈതർ ആവും. അതിന് പകരം നമ്മൾ C2H5 എന്താ മക്കളെ? CH2CH3 ഈത്തൈൽ അല്ലേ? സോ ഹിയർ R ആൻഡ് R ഡാഷ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരെങ്ങനെ എഴുതാം? രണ്ടും സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ എഴുതുമായിരുന്നു ഡൈ ഈത്തൈൽ അല്ലെങ്കിൽ ഡൈ മീത്തൈൽ എന്ന്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് നോക്കുക. ഇത് മീത്തൈൽ ആൻഡ് ദിസ് ഈസ് ഈത്തൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതേണ്ടത്. നെയിമിങ് നമ്മളിനി പഠിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക, ഏതാ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക. ദെൻ അതിൽ ആൽഫബറ്റിക് ഓർഡർ. അപ്പോൾ ദിസ് ഈസ് മീത്തൈൽ ആൻഡ് ദിസ് ഈസ് ഈത്തൈൽ. സോ ദ നെയിം ഈത്തൈൽ മീത്തൈൽ ether. Ethyl, methyl, ether. Okay, and another example C2H5 ethyl group O. Then here we have CH3. So what are the different groups? It is ethyl group. And what is this group?
3 കാർബൺ ഉള്ളത് അല്ലേ, 3 കാർബൺ ഉള്ളത് ഏതാണ്? പ്രൊപ്പെയിൻ. ഓക്കെ, പ്രൊപ്പൈൻ ഈസ് CH3 CH2 CH, ദിസ് ഈസ് പ്രൊപ്പെയിൻ. ഓക്കെ, അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ അത് പ്രൊപ്പൈൽ, CH3 CH2 CH2, ദിസ് ഈസ് പ്രൊപ്പൈൽ. ഒരു ഹൈഡ്രജൻ പോയാൽ നമ്മളവിടെ പിന്നെ ബാലൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ലൈൻ ഇടണം കേട്ടോ. ദിസ് ഈസ് പ്രൊപ്പൈൽ. ഓക്കെ, ആൻഡ് പ്രൊപ്പൈൽ ഷോ ഐസോമറിസം, ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ്, CH3 CH CH3 ഇങ്ങനെയും അതിനെ എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പ്രൊപ്പൈൽ, നോർമൽ പ്രൊപ്പൈൽ എന്നാണ് പറയുക. ഈ മൊയിറ്റിയെ നമ്മൾ ഐസോ പ്രൊപ്പൈൽ എന്നാണ് പറയുക. ഐസോ പ്രൊപ്പൈൽ. നോക്കൂ, ഐസോപ്രൊപ്പൈൽ. സോ വാട്ട് ഈസ് ദിസ് മോയിറ്റി? ദിസ് ഈസ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. സോ ഇതൊരു അൺസിമെട്രിക്കൽ ഈത്തറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഈത്തൈലും ഐസോപ്രൊപ്പൈലും. അപ്പോൾ ആൽഫബറ്റിക് ഓർഡർ ഫോളോ ചെയ്യുമ്പോൾ ദ നെയിം ഈസ് ഈത്തൈൽ ഐസോപ്രൊപ്പൈൽ ഈതർ. ഓക്കെ, ഈത്തൈൽ ഐസോപ്രൊപ്പൈൽ ഈതർ, that is mixed ether where R and R dash are different. ഓക്കെ, ഒരു ആൽക്കൈലും ഒരു അറയിലും വന്നാലും മീഥൈൽ ഫിനൈൽ ഈതർ എല്ലാവരും എഴുതൂ. മീഥൈൽ ഫിനൈൽ ഈതർ. ഫിനൈൽ ഈതർ വരച്ചു. മീഥൈൽ ഫിനൈൽ ഈതർ വരച്ചു. എങ്ങനെ മീഥൈൽ ഫിനൈൽ ഈതർ വരയ്ക്കുക? മീഥൈൽ CH3 ഗ്രൂപ്പ് ആൻഡ് O ഫിനൈൽ ഗ്രൂപ്പ് എന്താണ്? C6H5. So its name is methylum phenylum. So we want to first write methyl phenyl ether. Okay, here R and R dash are different, so it's come under the category unsymmetrical ether or mixed ether. Okay, ഈ പുള്ളിക്കാരനെ നമ്മൾ കോമൺ നെയിമായിട്ട് അനിസോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാരാണ്? അനിസോൾ. മീഥൈൽ ഫിനൈൽ ഈതറിൻ്റെ പേരാണ് അനിസോൾ. ഓക്കെ, so that's about the classification. Generally ethers can be classified and can be represented as R O R dash, where R and R dash may be same or different. Based on this there are two types, symmetrical ethers and unsymmetrical ethers. And you know, these ethers can be considered as anhydride derivatives of alcohols. 2 molecules of alcohols, 2 ആൽക്കഹോൾസ് കമ്പൈൻ ചെയ്തിട്ട് അൺഹൈഡ്രൈഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ അൺഹൈഡ്രൈഡ് ആയിരിക്കും ഈഥർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എഴുതിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. CH3OH, ഇതാരാണ് പറയൂ? OH പറഞ്ഞാൽ ആൽക്കഹോളാണ്. അപ്പോൾ ഓൾ ആണ് അല്ലേ. ആൽക്കഹോളിനെ നമ്മൾ എങ്ങനെ ചെയ്യുക? ഓൾ. പാരൻ്റ് ആൽക്കെയിൻ എടുക്കുക, അതിൽ ഇ കളഞ്ഞിട്ട് ഓൾന്ന് ചേർക്കുക. അപ്പോൾ മീതെയിൻ, അതിൽ ഇ കളഞ്ഞു, ഓൾ ചേർത്തു, മെത്തനോൾ. ഓക്കെ, ദാറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് അനദർ മെത്തനോൾ, CH3OH. ഓക്കെ, ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അൺഹൈഡ്രൈഡ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ്. ഇവിടുന്ന് OHും പോവും, ഇവിടുന്ന് Hഉം പോവും. ഓക്കെ, സോ നെറ്റ് എന്താ ഉണ്ടാവുക? CH3OCH3. അപ്പോൾ ഇതെന്താണ്? അൺഹൈഡ്രൈഡ് എന്നാണ് പറയുക. ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത പോർഷനെ നമ്മൾ അൺഹൈഡ്രൈഡ്സ് എന്നാണ് പറയാറുള്ളത് അല്ലേ. ഓക്കെ, സോ ഈതേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി അൺഹൈഡ്രൈഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഈ ഈഥർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ എല്ലാവരും ഡൈഫിനൈൽ ഈഥർ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യൂ. അപ്പോൾ ഏതായിരിക്കും 2 ആൽക്കഹോള്? ഫിനോള്. ഒരു ഫിനോള് കമ്പൈൻ വിത്ത് അനദർ ഫിനോൾ, യു വിൽ ഗെറ്റ് ഡൈഫിനൈൽ ഈഥർ. എഴുതൂ എല്ലാവരും. ഡൈഫിനൈൽ ഈഥർ എല്ലാവരും ഉണ്ടാക്കിയോ? ഫ്രം ആൽക്കഹോൾ ഏതാണ് ഡൈഫിനൈൽ ഈഥർ എന്ന് പറഞ്ഞാൽ? ഫിനോളാണ് അല്ലേ. എങ്ങനെയാണ് ഫിനോളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? C6H5OH, phenol that combine with another molecule of phenol, C6H5OH. Okay, they are combining with the dehydration. Water is eliminated. Here water is eliminated. Here also water is eliminated. So the net thing we can write as C6H5O C6H5. So ഇതിൻ്റെ പേര് പറയൂ. ഫിനൈൽ ഗ്രൂപ്പ് ഡൈഫിനൈൽ ഈഥർ. എന്നാൽ നമുക്കൊരു മിക്സഡ് ഈഥർ ഉണ്ടാക്കി നോക്കിയാലോ?
മീഥൈൽ ഈഥൈൽ ഈഥർ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത് നമുക്ക്? മെത്തനോളും എത്തനോളും. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. CH3OHും C2H5OHും കമ്പൈൻ ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? വാട്ടർ വിൽ eliminate and the resulting substance is CH3O C2H5. Okay, so this is methyl ether. So first we want to write ethyl, methyl ether. So simply these ethers can be considered as the അൺഹൈഡ്രൈഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ അൺഹൈഡ്രൈഡ് ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈതേഴ്സ് എന്ന് പറയുന്നത്. സോ ബൈ ദിസ് വി ഹാവ് ദ സിമെട്രിക്കൽ ഈതേഴ്സ് ആൻഡ് അൺസിമെട്രിക്കൽ ഈതേഴ്സ്. So we learn about ethers, their general formula ROR dash and their classification based on R and R dash. Okay, next we want to study the naming of these ethers, nomenclature of ethers. And you know, in the organic chemistry there are two types of naming system: common name, okay, common name and IUPAC. Common name means that is widely employed, that is common name for the organic compounds, and IUPAC means International Union of Pure and Applied Chemistry, the union that based on certain rules the organic compounds are named, and that based on the rules the naming section is termed as IUPAC naming. Okay, and in the common name of ethers, first നമുക്ക് എങ്ങനെയാണ് നോക്കാം. കോമൺ നെയിം, ഒരു ഈതറിൻ്റെ കോമൺ നെയിം എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. കോമൺ നെയിം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ് ആ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് ഏതാണ് മനസ്സിലാക്കുക. O എന്ന മൊയിറ്റിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആൽക്കൈൽ ആൻഡ് അറൈൽ ഗ്രൂപ്പിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ മീഥൈൽ, ഈഥൈൽ, ഫിനൈൽ, അത് ഏതാണെന്ന് മനസ്സിലാക്കുക. ദെൻ യു അറേഞ്ച് ദം ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ. നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ ഇൻ ദ ലാസ്റ്റ് യു ആഡ് ഈഥർ. അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ഈഥർ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഈഥർ എഴുതുക. ദെൻ അതിൽ ആൽക്കൈൽ അറൈൽ ഗ്രൂപ്പ് R ആൻഡ് R ഡാഷ്, അതിൻ്റെ ആൽക്കൈൽ ആൻഡ് അറൈൽ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ആ കണ്ടുപിടിച്ച ഗ്രൂപ്പുകളെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക. ദെൻ അതിൻ്റെ ലാസ്റ്റ് ഈഥർ എന്ന് ചേർക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു CH3O C2H5. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി. ഈഥൈൽ ആണ് ആദ്യം എഴുതേണ്ടത്, ദെൻ മീഥൈൽ എന്നെഴുതുക. ഓക്കെ, ഈഥൈൽ, മീഥൈൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഈ ക്യാപിറ്റൽ എഴുതുക കേട്ടോ. ദെൻ ഒരു സ്പേസ് ഇട്ടിട്ട് മീഥൈൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഈഥർ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ കോമൺ നെയിം, ഈഥൈൽ, മീഥൈൽ, ഈഥർ. ഓക്കെ, ദെൻ അനദർ തിങ് CH3O CH2 CH2 CH3. പറയൂ, ഏതൊക്കെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്? മീഥൈൽ, ഇതേതാണ്? പ്രൊപ്പൈൽ. ഐസോപ്രൊപ്പൈൽ അല്ല, നോർമൽ പ്രൊപ്പൈലാണ്, പ്രൊപ്പൈൽ ഗ്രൂപ്പ്. അപ്പം മീഥൈൽ, പ്രൊപ്പൈൽ. അപ്പം നമ്മൾ ആദ്യം ആര് എഴുതണം? മീഥൈൽ, ദെൻ പ്രൊപ്പൈൽ, ദെൻ ഈഥർ. മീഥൈൽ, പ്രൊപ്പൈൽ, ഈഥർ. ഓക്കെ, ഇത് അൺസിമെട്രിക്കൽ കേസിലാണ് നമ്മൾ പഠിക്കുക. ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അതിനെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക, ഈഥർ ആഡ് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സിമെട്രിക്കൽ ഈഥേഴ്സാണ് എടുക്കുന്നത് വിചാരിക്കും. CH3O CH3. ഓക്കെ, അപ്പോൾ നോക്കൂ, മീഥൈൽ, മീഥൈൽ. അപ്പോൾ സിമെട്രിക്കൽ ഈഥേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? യു വാണ്ട് ടു ആഡ് ദ പ്രിഫിക്സ് ലൈക്ക് ഡൈ. You want to add di, then the alkyl group. What is the alkyl group? Methyl. So dimethyl, then add ether. ഇത്രയേ ഉള്ളൂ നെയിമിങ്, കോമൺ നെയിമിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്നാൽ എല്ലാവരും ഡൈ ഈഥൈൽ ഈഥർ വരയ്ക്കൂ. എങ്ങനെ ഡൈ ഈഥൈൽ ഈഥർ? ഈഥൈൽ ഗ്രൂപ്പ്, then another ethyl group. Okay, so that is di ethyl ether.
മനസ്സിലായോ കുട്ടികളെ? സോ കോമൺ നെയിം എഴുതാൻ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഏതാണെന്ന് അറിയാം. ഇഫ് ഇറ്റ് ഈസ് അൺസിമെട്രിക്കൽ യു വാണ്ട് ടു അറേഞ്ച് ദം ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ, ദെൻ ആഡ് ഈതർ. ദെൻ ലാസ്റ്റ് നിങ്ങൾ ഈതർ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ദെൻ if it is symmetrical ആണെങ്കിൽ you want to add the prefix like di എന്നുള്ള prefix add ചെയ്യുക because it contains 2. okay, so this is dimethyl ether, diethyl ether. okay, diphenyl ether എങ്ങനെ വരും? അപ്പോൾ C6H5O, C6H5. okay, then what is dipropyl ether? CH3 CH2 CH2O CH2 CH2 CH3. പ്രൊപ്പൈൽ ഗ്രൂപ്പ് രണ്ട് സ്ഥലത്തും അല്ലേ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കോമൺ നെയിം ഫോർ നോമൻക്ലേച്ചർ. ഇനി നമുക്ക് IUPAC നെയിമിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ IUPAC ഈതേഴ്സ് ആർ നെയിംഡ് ആസ് ആൽക്കോക്സി ആൽക്കെയിൻ. അങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് ചെയ്യേണ്ടത്. IUPAC നെയിമിംഗ് for ethers the naming is alkoxy alkane. According to IUPAC, ethers are considered as the ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ. ഒരു ആൽക്കെയിൻ, അതായത് RH എന്ന് പറയുന്ന ഒരു ആൽക്കെയിനിലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ആൽക്കോക്സി ഗ്രൂപ്പ്, OR എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കോക്സിയാണ് അല്ലേ? ആൽക്കൈൽ, അതിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ എന്താ പറയുക? ആൽക്കോക്സി. OCH3 എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തോക്സി. OC2H5 ഇതോക്സി. അങ്ങനെ എച്ചിനെ മാറ്റിയിട്ട് OR വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ROR എന്നല്ലേ? ROയോ RO RO R' എങ്ങനെയാ വെച്ചാൽ. സോ IUPAC പറയുന്നത് ഈഥർ എന്ന് പറയുന്നത് ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിനാണ്. ആൽക്കെയിനിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോഴാണ് ഈഥർ കിട്ടുന്നത്. മനസ്സിലായോ? അതല്ല ഇപ്പോൾ പറഞ്ഞത് ടീച്ചർ. ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. എല്ലാവരും പെടും അല്ലേ? ഏതൊരു ഹൈഡ്രോ കാർബൺസ് നിന്ന് നമുക്ക് മറ്റ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഈതേഴ്സ് ആർ ആൽക്കോക്സി ആൽക്കെയിൻ. അതിൽ എച്ചിനെ മാറ്റിയിട്ട് ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ കിട്ടുന്നവരെയാണ് നമ്മൾ ഈഥർ എന്ന് പറയുന്നത്. ROR' എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് OR' മേ ബി ആൽക്കോക്സി ആവാം, അല്ലെങ്കിൽ അറൈലോക്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനോക്സി, ഇതോക്സി, മിതോക്സി, പ്രൊപ്പോക്സി, അങ്ങനെ ഐസോപ്രൊപ്പൈലോക്സി, അങ്ങനെ ആൽക്കോക്സി ആൽക്കെയിനെയാണ് ഈഥർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഇതിനെ നമുക്ക് എങ്ങനെ നെയിമിംഗ് ചെയ്യാം? CH3O CH3. പറയൂ, IUPAC കോമൺ നെയിം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഡൈമീഥൈൽ ഈഥർ. ഇനി നമ്മൾ IUPAC ആണ്. IUPAC എന്താ പറഞ്ഞത്? ആൽക്കോക്സി ആൽക്കെയിൻ. അപ്പോൾ നമ്മളിവിടെ CH3 ഇത് രണ്ടും സെയിം ആയത് കാരണം നമുക്ക് ആരെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. ഇതും മീത്തൈൻ ഗ്രൂപ്പാണ്, ഇതും മീത്തൈനാണ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് അല്ലേ? സോ ഇതിനെ നമുക്ക് പറയാം, ആദ്യം നമ്മളെപ്പോഴും സബ്സ്റ്റിറ്റ്യൂൻറ്റിനല്ലേ നെയിമിങ് ചെയ്യേണ്ടത്, എന്നിട്ടല്ലേ ആൽക്കെയിൻ എഴുതുക. സോ ഇതെന്താണ്? മീതോക്സി മീത്തൈൻ. സോ ഇറ്റ്സ് നെയിം ഈസ് മീതോക്സി മീത്തൈൻ. കിട്ടിയോ? എന്നാൽ ഇത് പറയൂ, C2H5O C2H5. ഇറ്റ് ഈസ് ഇതോക്സി ഈത്തൈൻ. ഇതിനെ പറയുന്ന പേരാണ് ഇതോക്സി ഈത്തൈൻ. എന്നെല്ലാവരും പ്രൊപ്പോക്സി പ്രൊപ്പെയിൻ വരയ്ക്കൂ. പ്രൊപ്പോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, പ്രൊപ്പോക്സി പ്രൊപ്പെയിൻ വരച്ചു എല്ലാവരും. എന്താ പ്രൊപ്പോക്സി പ്രൊപ്പൈൻ? C3H7 അല്ലേ? CH3 CH2 CH2 C3H7O C3H7. സോ ഇറ്റ് ഈസ് പ്രൊപ്പോക്സി പ്രൊപ്പെയിൻ. അതാണ് IUPAC നെയിമിംഗ്. എന്താണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് എഴുതണം. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ഏത് കാറ്റഗറിയാണ് കുട്ടികളെ? സിമ്മെട്രിക്കൽ ഈതേഴ്സ് ആണ് അല്ലേ? സോ അൺസിമ്മെട്രിക്കൽ ഈതേഴ്സ് വരുമ്പോൾ അവിടെ പ്രശ്നം വരും. ഓക്കെ, കാരണം ഒരു പാർട്ടായിരിക്കും, മറ്റേതായിരിക്കണം. അപ്പോൾ ആരെയാണ് നമ്മളിങ്ങനെ ബ്രാഞ്ച് ആക്കി എടുക്കേണ്ടത്, ആരെയാണ് സബ്സ്റ്റിറ്റ്യൂൻ്റായി എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ യൂഷ്വൽ നെയിമിംഗ് ഓർഡർ തന്നെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രോ കാർബൺസ് എഴുതുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പാരൻറ്റിനെ ഒരു പാരൻറ്റ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ എടുക്കും അല്ലേ? ആ പാരൻറ്റ് ഹൈഡ്രോ കാർബൺ എങ്ങനെയുള്ളതായിരിക്കും? ലാർജ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതാണ് പാരൻറ്റ്
ലാർജസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ പാരൻ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ അതാണ് നമ്മളെ പാരൻ്റ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് അത് സബ്സ്റ്റിറ്റ്യൻ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. CH3 CH2O CH3 CH3 എന്നാൽ പറയൂ, ഇതെന്തൊക്കെയാണ്? ഈഥൈൽ ഗ്രൂപ്പും ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പും അല്ലേ? ഈഥൈൽ ഗ്രൂപ്പ്, ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടത്? ആരാണ് വലിയ ലോങ് ചെയിൻ, ഏതാണ് എടുക്കുക? അപ്പോൾ ഇത് 2 കാർബണേ ഉള്ളൂ, ഇതിൽ 3 കാർബൺ ഉണ്ട് അല്ലേ? 1 2 3 3 കാർബൺ. അപ്പോൾ ഇതാണ് പാരൻ്റ് ഹൈഡ്രോ കാർബൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പാരൻ്റ് ഹൈഡ്രോ കാർബൺ ആണ് ഇത്. ഓക്കെ, ദെൻ ഐസോ എന്നുള്ളത് കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ? ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് നോക്കൂ, നമ്മളിവിടെ നെയിമിങ് ചെയ്യുക 1 2 3, ഇതാണ് നമ്മൾ പാരൻ്റ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. 2 ഇതോക്സി ആരാണ്? പ്രൊപ്പെയിൻ. അപ്പോൾ ഐസോപ്രൊപ്പെയിൻ അല്ല എഴുതേണ്ടത്, പ്രൊപ്പൈനിൽ ഏത് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൻ്റ്. സോ നമ്മൾ ഇയാളെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ടാണ് എടുത്തത്. ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ എന്നല്ലേ പറഞ്ഞത്? സെക്കൻഡ് പൊസിഷനിലായതുകൊണ്ട് നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. 2 ഇതോക്സി പ്രൊപ്പെയിൻ. അപ്പോൾ എല്ലാവരും 1 ഇതോക്സി അല്ലെങ്കിൽ ഇതോക്സി പ്രൊപ്പെയിൻ വരയ്ക്കൂ. ഇതോക്സി പ്രൊപ്പെയിൻ എങ്ങനെ എഴുതാം? ഇതോക്സി പ്രൊപ്പെയിൻ CH3 CH2O CH2 CH2 CH3. ഇതാണ് ഇതോക്സി പ്രൊപ്പെയിൻ. കാരണം 1 പൊസിഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതോക്സി പ്രൊപ്പെയിൻ, ദിസ് ഈസ് 2 ഇതോക്സി പ്രൊപ്പെയിൻ. അപ്പോൾ മനസ്സിലായില്ലേ? IUPAC എന്താണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. അപ്പോൾ സിമെട്രിക്കൽ ആകുമ്പോൾ പ്രശ്നമില്ല, മിതോക്സി മീതെയിൻ ഇതോക്സി ഈതെയിൻ വരും. അൺസിമെട്രിക്കൽ ആണെങ്കിൽ നമ്മളൊരു പാരൻ്റ് ഹൈഡ്രോ കാർബണിനെ സെലക്ട് ചെയ്യണം. അത് ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ലാർജസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ പാരൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് അല്ലേ? ഇവിടെ ഇതാണ് ലാർജസ്റ്റ്. ഓക്കെ, ദെൻ ഈ കേസ് വരുമ്പോൾ സെക്കൻഡ് കാർബണിലാണ് ഇത് സബ്സ്റ്റിറ്റ്യൻ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 2 എന്ന് കൊടുത്തു. 2 ഇതോക്സി, 2 ഹൈഫൺ ഇടണം കേട്ടോ. 2 ഇതോക്സി ഈ പ്രൊപ്പൈൻ എന്ന് കൊടുത്തു. ഇവിടെ 1 ഇതോക്സി പ്രൊപ്പൈൻ ആണ്, പക്ഷെ നമുക്ക് 1 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതോക്സി പ്രൊപ്പൈൻ. ഓക്കെ, ദെൻ അരോമാറ്റിക് ഈതേഴ്സിന് നമ്മളൊരു ചില സ്പെഷ്യൽ നെയിമുകളൊക്കെയാണ് കൊടുക്കാറുള്ളത്. അരോമാറ്റിക് ഈതേഴ്സിന് സ്പെഷ്യൽ നെയിം ഉണ്ട് അതർ ദാൻ ദി IUPAC നെയിം. അതായത് കോമൺലി യൂസ്ഡ് അരോമാറ്റിക് ഈതേഴ്സ് ആർ OCH3. ഇയാളുടെ പേരൊന്ന് പറയൂ, കോമൺ പറയൂ ആദ്യം. കോമണിൽ എങ്ങനെയാണ്? 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുക. മീത്തൈലും ഇതേതാണ്? ഫിനൈൽ. ഓക്കെ, മീത്തൈൽ ആൻഡ് ഫിനൈൽ ഗ്രൂപ്പ്. സോ വാട്ട് ഈസ് മീത്തൈലാണോ ഫിനൈലാണോ ആദ്യം എഴുതേണ്ടത്? മീത്തൈൽ ഫിനൈൽ ഈഥർ എന്നുള്ളതാണ് കോമൺ അല്ലേ? ദെൻ നമ്മുടെ IUPAC എന്ത് എഴുതണം? ഇയാളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആക്കി എടുത്തു. അപ്പോൾ മിതോക്സി ബെൻസീൻ്റെ മിതോക്സി. ഓക്കെ, ബട്ട് ദിസ് ഈസ് കം അണ്ടർ ദ നെയിം അനിസോൾ. അനിസോൾ എന്താണ് മക്കളെ? മിതോക്സി ബെൻസീനാണ് കേട്ടോ. ദാറ്റ് ഈസ് അനിസോൾ. സോ കോമൺ നെയിമായിട്ട് ഒരു കോമൺ നെയിമാണ് അരോമാറ്റിക് ഈതേഴ്സിൽ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്, അനിസോൾ. ദെൻ ഇത് മീത്തൈൽ അല്ലേ? അതിൻ്റെ ഈഥൈൽ ഡെറിവേറ്റീവ് OCH2 CH3 നമ്മൾ ഫിനീറ്റോൾ എന്നാണ് പറയുക. ഓക്കെ, സോ ചില കോമൺ നെയിം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അനിസോള്, ഫിനീറ്റോള്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നെയിമിംഗ് സിസ്റ്റം. കോമൺ നെയിം എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡർ ആഡ് ചെയ്യുക, ഈഥർ എന്ന് എഴുതുക. ഓക്കെ, സിമെട്രിക് ആണെങ്കിൽ ഡൈ ചേർക്കണം. ദെൻ IUPAC ആൽക്കോക്സി ആൽക്കെയിൻ ആണ്. സിമെട്രിക്കൽ ആണെങ്കിൽ പ്രശ്നമില്ല, മിതോക്സി മീതെയിൻ ഇതോക്സി ഈതെയിൻ എന്നൊക്കെ എഴുതുക. അൺസിമെട്രിക്കൽ ആണെങ്കിൽ പാരൻറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ നോക്കേണ്ടത് ലാർജസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ആർക്കാണുള്ളത് അത് നോക്കുക. ദെൻ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക, ദെൻ നേരെ എഴുതുക. ഓക്കെ, അരോമാറ്റിക് ഈതേഴ്സ് ജസ്റ്റ് കോമൺ നെയിമുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം. അനിസോള്, ഫിനിറ്റോള്, എക്സെട്ര. ഓക്കെ, so that's about the naming in the simple cases. Okay, then there are different other cases. അപ്പോൾ നോക്കും മക്കളെ, ഒരു കോമ്പൗണ്ട് എഴുതാണ്. OCH3. Here we have a bromine group. Okay,
ഇതിൻ്റെ IUPAC നെയിം എന്താണ് എഴുതേണ്ടത്. കോമൺ നെയിം അല്ല, നമ്മൾ IUPAC നെയിമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. IUPAC നെയിം എങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാരൻറ്റ് ഹൈഡ്രോ കാർബൺ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻറ്റ് ഹൈഡ്രോ കാർബൺ. അതിലുള്ള സബ്സ്റ്റിറ്റ്യൻ്റ് ആണ് OCH3. അപ്പോൾ സബ്സ്റ്റിറ്റ്യൻറ്റിന് എപ്പോഴും എന്ത് കിട്ടുന്നത്, ഇത് ഏതാണ് സബ്സ്റ്റിറ്റ്യൻ്റ് നമ്മൾ നോക്കുക, OCH3. ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹൈഡ്രോ കാർബൺ ആക്കിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇതിനെ നെയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ 1 2 3 4 5 6 ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പൊസിഷൻ ബ്രോമോ, സെക്കൻഡ് മെത്തോക്സി, ആൻഡ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഓക്കെ ഓക്കെ, സോ നമ്മളിങ്ങനെ നമ്പർ ചെയ്യുക, ദെൻ എന്നിട്ട് നമ്മൾ നെയിമിങ് നടത്തുക. ഓക്കെ, സോ മിതോക്സി എന്നുള്ള സബ്സ്റ്റിറ്റ്യൻ്റ് ഉണ്ട്, ദെൻ ദർ ഈസ് ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൻ്റ്. ഓക്കെ, സോ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ 1 ബ്രോമോ, 3 മെതോക്സി ബെൻസീൻ, 1 ബ്രോമോ, 3 മെതോക്സി ബെൻസീൻ. Okay, so that's about the IUPAC naming system. Now we want to check another class of compounds like polyethers. Ethers-il thanne veroru classification aanu polyethers that contain so many OO linkages ingane undayirikkum. OO linkages കൂടുതലുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, polyethers. Compounds containing more than one ether linkages are called polyethers. Compounds containing more than one ether linkages, and they are named as the oxoderivatives. അവരെ ഓക്സോഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കെയിൻസ് എന്നാണ് പറയാറുള്ളത്. പോളിഈതേഴ്സ് ആർ നെയിംഡ് ആസ് ദി ഓക്സോഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കെയിൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. CH3O, CH2, CH2O, CH3. ഇയാളെ നമുക്ക് നെയിമിങ് ചെയ്യണം. നെയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിജൻ അടക്കം എല്ലാത്തിനും നമ്പർ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, ദെൻ ആ എത്ര എണ്ണമുണ്ട് നോക്കിയിട്ട് അതാണ് പാരൻ്റായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് മീൻസ് ഇവിടെ 4 കാർബണേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇത് ഹെക്സൈൻഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ആൽക്കെയിൻ കറസ്പോണ്ടിങ് ടു ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. ഇവിടെ നോക്കൂ, 1 2 3 4 കാർബണേ ഉള്ളൂ, പക്ഷേ 2 ഓക്സിജൻ അധികമുണ്ട്. അപ്പം മൊത്തം നമ്മൾ 6 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ പാരൻ്റായിട്ട് ഹെക്സൈൻ എന്നാണ് പറയാറുള്ളത്. ദെൻ ഓക്സോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പൊസിഷൻസ് എവിടെയൊക്കെയാണ് നോക്കുക. സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ ഉണ്ട്, ഫിഫ്ത്ത് പൊസിഷനിൽ ഓക്സിജൻ ഉണ്ട്. സോ ഇറ്റ്സ് നെയിം 2,5 ഓക്സ ഡെറിവേറ്റീവ്. അപ്പോൾ 2 ഓക്സിജൻ ആയതുകൊണ്ട് ഡൈ ഓക്സ ഹെക്സൈൻ. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 2,5 ഡൈ ഓക്സ ഹെക്സൈൻ. 2,5 ഡൈ ഓക്സ ഹെക്സൈൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതൊരു പോളിഈതറാണ്. എന്താ പോളിഈതർ? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഈതർ ലിങ്കേജ് അല്ലേ. ഇനി ഇതിനെ നമുക്ക് നെയിമിങ് ചെയ്യാം. അപ്പോൾ നെയിമിങ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 ഓക്സിജനും നമ്പർ ഇടണം കേട്ടോ. 3 4 5 6 7. ഓക്കെ, ദെൻ എവിടേക്ക്? അപ്പോൾ പാരൻ്റ് ആരാണ്? 7 മെമ്പേഴ്സ് ഉണ്ട്. സോ ദ പാരൻ്റ് ഈസ് ഹെപ്റ്റെയ്ൻ. ആൻഡ് യു വാണ്ട് ടു ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ഓക്സിജൻ. 2 സെക്കൻഡ് പൊസിഷനിലുണ്ട്, കോമ. 4th പൊസിഷനിലുണ്ട്, കോമ. 6th പൊസിഷനിലുണ്ട്. ദെൻ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. അപ്പോൾ ട്രൈ ഓക്സ ഹെപ്റ്റെയ്ൻ. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 2,4,6 ട്രൈ ഓക്സ ഹെപ്റ്റെയ്ൻ. ഇതെന്തായിരുന്നു? 2,5 ഡൈ ഓക്സ ഹെക്സൈൻ ആയിരുന്നു. ഓക്കെ, ദിസ് ഈസ് 2,4,6 ട്രൈ ഓക്സ ഹെപ്റ്റെയ്ൻ. എന്നാൽ നിങ്ങൾ ഈ കോമ്പൗണ്ട് ഒന്ന് നെയിമിങ് ചെയ്യണം കേട്ടോ നാളത്തേക്ക്. CH3O, CH2O, 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 CH3. 1 2 3 4 5 6 7 8 9 10 11 9. ഇത് CH3 ഇവിടെ വെത്താട്ടോ നമുക്ക്. ഓക്കെ, സോ ദിസ് കോമ്പൗണ്ട് നെയിം ചെയ്യണം നാളത്തേക്ക്. ഓക്കെ,
And there is another category, so that's about polyethers. Okay, then there are another types of ether family, that is epoxides എന്ന് പറയും നമ്മൾ. എപ്പോക്സൈഡ്സ് ആർ ആൽക്കീൻ ഓക്സൈഡ്സ്. ആൽക്കീൻസിൻ്റെ ഓക്സൈഡ്സ് തന്നെയാണ് എപ്പോക്സൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ആൽക്കീനാണ് CH2 ഡബിൾ ബോണ്ട് CH2 ഒരു ആൽക്കീനാണ് അല്ലേ. അതിൽ നിന്ന് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ടിനും കൂടി ഒരു ഓക്സിജൻ ലിങ്കേജ് ഉണ്ടാവുകയാണ് വിചാരിക്കും. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എപ്പോക്സൈഡ്സ് എന്ന് പറയുന്നത്. ആൽക്കീൻ ഓക്സൈഡ്സ്, ദേ ആർ 3 മെമ്പേർഡ് സൈക്ലിക് ഈതേഴ്സ്. 3 മെമ്പറുള്ള സൈക്ലിക് ഈതേഴ്സിനെ പറയുന്ന പേരാണ് എപ്പോക്സൈഡ്സ്. എപ്പോക്സൈഡ്സ് ആർ ആൽക്കീൻ ഓക്സൈഡ്സ്. ദേ ആർ 3 മെമ്പേർഡ് സൈക്ലിക് ഈതേഴ്സ്. സോ എന്താ എപ്പോക്സൈഡ്സ്? ആൽക്കീൻ ഓക്സൈഡ്സ് ഓർ 3 മെമ്പേർഡ് സൈക്ലിക് ഈതേഴ്സ്. ഇതിനെ പറയുന്ന പേരാണ് എത്തിലിൻ ഓക്സൈഡ്. എന്താണ്? എത്തിലിൻ ഓക്സൈഡ്. എന്നാൽ വേറൊരാളെ നോക്കൂ, CH3 CH CH2O. ഇത് പ്രൊപ്പിലിൻ എന്നുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് പ്രൊപ്പിലിൻ propylene oxide. This is propylene oxide, ethylene oxide. So these 3 membered cyclic ethers are termed as epoxides. Okay, and there are higher ethers. കുറച്ചുകൂടി വലിയ ഈതേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് നോക്കൂ, ഇത് 3 മെമ്പേർഡ് ആണ് അല്ലേ. ഹയർ മെമ്പേഴ്സുള്ള ഈതേഴ്സ് ഉണ്ട്. ഇതൊരു 5 മെമ്പേർഡ് ഈതറാണ്. പിന്നെ നമുക്കറിയാം 6 മെമ്പേർഡുള്ളൊരു ഈതറുണ്ട്. ഇത് 6 മെമ്പേർഡാണ്. ഇവരെ നമ്മൾ പറയുന്നത് ഹൈഡ്രോജിനേറ്റഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ദി പാരൻറ്റ് ഹൈഡ്രോകാർബൺ എന്നാണ് പറയുന്നത്. സോ പാരൻറ്റ് അൺസാച്ചുറേറ്റഡ് ഇതിൻ്റെ പാരൻറ്റ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് ഇയാൾ. എന്താണ് അൺസാച്ചുറേറ്റഡ്? ഇത്. ഓക്കെ, ദെൻ ഹൈഡ്രോജനേറ്റഡ് തന്നെ. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക, ഡബിൾ ബോണ്ട് പോയി. ദെൻ ഇയാളുടെ പാരൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് പാരൻറ്റ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോജനേറ്റഡ് ഡെറിവേറ്റീവ് ഓഫ് ദി പാരൻറ്റ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് ഇവരെ നമ്മൾ നെയിമിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് ഫ്യൂറാൻ ആണ്. ഓക്കെ, ഓക്സിജൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഫ്യൂറാൻ. ഓക്കെ, സോ ഇയാളുടെ പേര് ഫ്യൂറാനെ നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തി. ഒരു ഡബിൾ ബോണ്ടിനെ മാറ്റണമെങ്കിൽ നമ്മൾ 2 ഹൈഡ്രോജൻ ആഡ് ചെയ്യൂല. ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു ഹൈഡ്രോജൻ. ഈ ഡബിൾ ബോണ്ട് പോകുന്നതാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു ഹൈഡ്രോജൻ. സോ നമ്മൾ ഇതിൽ നിന്നും ഇയാളെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഹൈഡ്രോജനെ ആഡ് ചെയ്യണം? 4 ഹൈഡ്രോജനെ ആഡ് ചെയ്യണം. സോ ഇയാളുടെ പേരാണ് ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഓർഗാനിക് കെമിസ്ട്രിയിൽ സിന്തസിസ് പഠിക്കുമ്പോൾ അതാണ് THF എന്ന് എഴുതും. നമ്മൾ സോൾവെൻറ്റിൻ്റെ ഭാഗത്ത് THF എന്ന് എഴുതുക, ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ. നല്ലൊരു സോൾവെൻ്റാണ്. ഓർഗാനിക് പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്കിതിൽ ചെയ്യാം. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഈ രണ്ട് ഡബിൾ ബോണ്ട് വേണമെങ്കിൽ 4 ഹൈഡ്രോജൻ ആഡ് ചെയ്യണം. അപ്പം ഇയാളെ പേരാണ് പൈറാൻ. അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിൻ്റെ പേരാണ് പൈറാൻ. സോ എന്തായിരിക്കും ഇയാളുടെ നെയിം? ടെട്രാ ഹൈഡ്രോ പൈറാൻ. ഓക്കെ, സോ ഹയർ ഈതേഴ്സിനെ നമ്മൾ ആദ്യം അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഏതാ കണ്ടുപിടിക്കുക. ദെൻ അതിൽ എത്ര ഹൈഡ്രോജൻ ആഡ് ചെയ്തു നോക്കിയിട്ട് ആ നമ്പർ ഇട്ട് കൊടുക്കുക. ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ, ടെട്രാ ഹൈഡ്രോ പൈറാൻ. സോ ദീസ് ആർ ഫ്യൂറാൻ ആൻഡ് പൈറാൻ. ഇപ്പോൾ നോക്കിയോ, ഹയർ ഈതേഴ്സിനെ നമ്മൾ പാരൻറ്റ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഏതാണെന്ന് നോക്കുക. അതിൽ എത്ര ഹൈഡ്രോജൻ ആഡ് ചെയ്തു ആ നെയിം കൊടുക്കുക. ഓക്കെ, സോ ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ, ടെട്രാ ഹൈഡ്രോ പൈറാൻസ്. ഇവരുടെ പാരൻറ്റ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റമാണ് ഫ്യൂറാനും പൈറാനും. ഓക്കെ, ദെൻ ഇതെല്ലാം ചില ഈതേഴ്സാണ്, ഹയർ സൈക്ലിക് ഈതേഴ്സാണ്. സോ IUPAC ഇവരുടെ കാറ്റഗറിക്ക് പ്രത്യേക നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതാണ് എപ്പോക്സൈഡ്സ് അല്ലേ. IUPACയുടെ പേരാണ് ഓക്സിറൈൻസ് എന്നാണ് ഇതിനെ പറയുക. എപ്പോക്സൈഡ്സിന് IUPAC അനുസരിച്ച് ഓക്സിറൈൻ എന്നാണ് പറയുക. ഇങ്ങനെ 4 മെമ്പേർഡ് റിംഗ് ഉള്ളതിന് നമ്മൾ ഓക്സിറ്റെയിൻസ് എന്നാണ് പറയുക. എന്താണ്? ഓക്സിറ്റെയിൻസ്. ആൻഡ് ഇങ്ങനെ 5 മെമ്പേർഡ് റിംഗ് ഉള്ള ഇയാളെ നമ്മൾ ഓക്സോലൈൻ എന്നാണ്. IUPACയിൽ ഇത് കോമൺ നെയിമാണ്. IUPACയിൽ പറയുന്ന പേര് ഓക്സോലൈൻ. ആൻഡ് ഇയാളെ നമ്മൾ ഓക്സൈൻസ് എന്നാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ്സിനൊക്കെ നമുക്ക് ഈ പേര് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം.
ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി നെയിമിംഗ്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ എവിടുന്ന് തുടങ്ങി? കോമൺ നെയിമുണ്ട്, IUPAC നെയിമുണ്ട്. കോമൺ നെയിമിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൽക്കൈൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, ആൽഫബറ്റിക് ഓർഡർ എഴുതുക, ഈഥർ എഴുതുക അല്ലേ. ദെൻ സിമ്മട്രിക്കൽ ആണെങ്കിൽ ഡൈ എന്നുള്ള പ്രിഫിക്സ് കൊടുക്കുക. IUPACയിൽ നമ്മൾ ചെയ്യേണ്ടത് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നെയിമിംഗ്. പാരൻ്റ് ആൽക്കെയിനെ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഹയർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുക, എന്നിട്ട് മറ്റതിനെ നമ്മൾ ഇതായിട്ട് കൊടുക്കുക. സിമ്മട്രിക്കൽ ആണെങ്കിൽ പ്രശ്നമില്ല, നേരിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ അരോമാറ്റിക് ഈതേഴ്സ് ചില ഇമ്പോർട്ടൻ്റ് ഉള്ളവരാണ് അനിസോള്, ഫിനിറ്റോൾ എക്സെട്ര. ദെൻ പോളി ഈതേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻ മെനി ഈതർ ലിങ്കേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ ആറ്റത്തിനെയും നമ്മൾ ആഡ് ചെയ്യണം, എന്നിട്ട് അതിനെ പാരൻ്റ് ആക്കി എടുത്തു. ദെൻ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് ഡൈ ഓക്സ, ട്രൈ ഓക്സ എന്നൊക്കെ എഴുതാം. അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾ താഴത്തേക്ക് ചെയ്യണം. ദെൻ എപ്പോക്സൈഡ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ സൈക്ലിക് ഈതേഴ്സ് ആണ്. അതിൽ എപ്പോക്സൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ട്രൈ സൈക്ലിക് ഈതേഴ്സ്, 3 സിസ്റ്റം ഉള്ളവരെയാണ് നമ്മൾ എപ്പോക്സൈഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവരെ നമ്മൾ കോമൺ നെയിം ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പാരൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് ഹൈഡ്രജൻ്റെ എണ്ണ ആഡ് ചെയ്യുന്നു. ദെൻ ഇവയല്ല അങ്ങനെ ഹയർ സൈക്ലിക് ഈതേഴ്സിനെ IUPACയിൽ ഓക്സിറൈൻ, ഓക്സിറ്റെയിൻ, ഓക്സോലൈൻ, ഓക്സൈൻ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So today we started ethers and epoxides. Ethers and epoxide have the general structure COC and have the general formula ROR dash, where R and R dash may be alkyl or aryl. Based on R and R dash, there are simple ethers or symmetrical ethers in which R and R dash are same. So these are the example: dimethyl ether, diethyl ether, diphenyl ether. Then we learn about the mixed ethers, the unsymmetrical ethers in which R and R dash may be different: ethyl, methyl ether, isopropyl ether, phenyl methyl ether, etc. Okay. Then we learned that they are the anhydride derivatives of 2 alcohol. 2 alcohols combine ചെയ്തിട്ട് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ കിട്ടുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈതേഴ്സ് എന്ന് പറയുന്നത്. Then we learn about the nomenclature, and there are 2 types of system: common name and IUPAC name. In the common name, we want to find out the alkyl or aryl group and arrange they are in the alphabetical order, then add ether. സോ നമ്മൾ എങ്ങനെ എഴുതും? ഏതാണെന്ന് കണ്ടുപിടിച്ചു, അവരെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി ഈതറിന് ആഡ് ചെയ്തു. സോ ഇയാളുടെ പേര് ഈതൈൽ, മീതൈൽ, ഈതർ. ഇത് മീതൈൽ, പ്രൊപ്പൈൽ, ഈതർ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ IUPAC പഠിച്ചു, ദാറ്റ് ഈസ് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നെയിമിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാരൻ്റ് ആൽക്കെയിൻ ഉണ്ടായിരിക്കും, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ആൽക്കോക്സി എന്ന് ചേർക്കുക. അപ്പോൾ സിമ്മട്രിക്കൽ ഒരു പ്രശ്നമില്ല, നമുക്ക് നേരിട്ട് എഴുതാം. അൺസിമ്മട്രിക്കൽ വരുമ്പോൾ ഏതാണ് വലിയ ഗ്രൂപ്പ് നോക്കുക, മറ്റതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ. ദെൻ ഇതോക്സി, പ്രൊപ്പൈൻ, അങ്ങനെയൊക്കെ വരും. ദെൻ അരോമാറ്റിക് ഈതേഴ്സ് വരുമ്പോൾ ചില കോമൺ നെയിമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അനിസോൾ, ഫിനിറ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. Then we learn about polyethers. Polyethers means they contain many ether groups, many ether functional groups. അവരെ നമ്മൾ ഓക്സ ഡെറിവേറ്റീവ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാം നമ്പർ ചെയ്യുക, എന്നിട്ട് അത് ആൽക്കൈൻ ആക്കി എടുക്കുക, എന്നിട്ട് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് ഡൈ, ട്രൈ ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചു എപ്പോക്സൈഡ്സ്. എപ്പോക്സൈഡ്സ് എന്ന് വെച്ചാൽ ട്രൈ സൈക്ലിക് മെമ്പേഴ്സാണ്. ഓക്കെ. ദെൻ ടെട്രാസൈക്ലിക്കും പെൻറ്റാസൈക്ലിക്കും ഒക്കെ ഉണ്ട്, അവരുടെ നെയിമിങ് ഇത് കോമൺ നെയിമിംഗ് ആണ്. IUPACയിൽ ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു.